ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ, നഴ്സിംഗ് കോളേജിന്റെ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ചെക്ക് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് കർണാടക, കേരള, തമിഴ്നാട് ഈ 3 സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് മുന്നോട്ടേക്കുള്ള മോട്ടിവേഷൻ നിങ്ങളാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇൻ കേസ് ഓഫ് കർണാടകയിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉള്ള കോളേജസിന്റെ ലിസ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ നമ്മൾ ഗൂഗിൾ എടുക്കുക, ഇതുപോലെ ഗൂഗിൾ എടുക്കുക, നേരെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അടിക്കുക. അവിടെ അവരുടെ സൈറ്റ് വരും. ആ സൈറ്റ് ഓപ്പൺ ആക്കുക. നമ്മൾ അതിൽ തന്നെ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് കോളേജസ് വരും. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ PDF അവൈലബിൾ ആണ്. ആ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് തമിഴ്നാട്ടിലെ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള കോളേജസിന്റെ ലിസ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഗൂഗിളിൽ MGR യൂണിവേഴ്സിറ്റി അടിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ സൈറ്റ് വരും. ആ സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ അഫിലിയേറ്റഡ് കോളേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു പേജ് വരും. അവിടെ നമ്മൾ BSc നഴ്സിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു PDF ഡൗൺലോഡ് ആകാനുള്ള ഓപ്ഷൻ വരും. PDF ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഏതൊക്കെ കോളേജസ് ആണ് അഫിലിയേറ്റഡ് ആയിട്ടുള്ളതെന്ന്. അടുത്തതായി നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ലിസ്റ്റ് ഓഫ് കോളേജസ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതും നമുക്ക് ഗൂഗിളിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ടൈപ്പ് ചെയ്യുക. അവിടെ നമുക്ക് സൈറ്റ് കിട്ടുന്നതായിരിക്കും. സൈറ്റ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ അതിനകത്ത് കുറച്ച് റൗണ്ട് ഷേപ്പിലൊക്കെ കോളേജസ് ആൻഡ് കോഴ്സസ് കിടക്കുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ഇയറും ഏത് കോഴ്സ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ തന്നെ ഡൗൺലോഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് കോളേജസ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എല്ലാം നിങ്ങൾക്ക് അവിടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമുക്ക് കേരള, കർണാടക, തമിഴ്നാട് ഈ 3 യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ചെക്ക് ചെയ്യുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കിട്ടുന്നത് നഴ്സിംഗ് കൗൺസിൽ, പർട്ടിക്കുലർ സ്റ്റേറ്റിലെ നഴ്സിംഗ് കൗൺസിലിൽ നിന്നാണ്. സോ ഈ 2 കാര്യം കൂടി നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 3 യൂണിവേഴ്സിറ്റിയാണ് നമ്മളിപ്പോൾ അതിന്റെ കോളേജസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. നമുക്ക് ഇനി ആന്ധ്രാപ്രദേശിന്റെ YSR യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം ഇതുപോലെ തന്നെയാണ്. അതുപോലെ ബാക്കിയുള്ള സ്റ്റേറ്റിന്റെയും ഇതുപോലെ തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സൈറ്റിൽ കയറി എല്ലാ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഓരോ ആളുകൾ പറയുന്നതല്ല വിശ്വസിക്കണം. നമ്മൾ ശരിക്കും ഈ സോഴ്സ് ഒക്കെ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്, എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ അത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഫർദർ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ PDF റീഡറിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഷ്ടപ്പെടണം. ഏത് കോളേജാണ് നിങ്ങൾക്ക് നെയിം അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്.